ശ്രീ ജോൺ മുണ്ടക്കയം, എന്തൊക്കെ കോൺഗ്രസിലെ നേതാക്കൾ പറഞ്ഞാലും ഏതൊക്കെ തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇപ്പോഴിതാ രണ്ടാമത്തെ പരാതിയിലും FIR ഇട്ട് അന്വേഷണം നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇനി പുറത്തു വരാത്ത നേതാക്കളുടെ കയ്യിലുള്ള ധാരാളം പരാതികൾ ഇനി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വെളിച്ചം കണ്ടേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏതെങ്കിലും തരത്തിൽ ഇനി സംരക്ഷിച്ചു നിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് സാധ്യമാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടോ കോൺഗ്രസിൽ നിന്നുകൊണ്ട്? മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഞങ്ങളിതെല്ലാം ചെയ്തു, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാലും പാർട്ടിയെ ബാധിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയല്ലേ ഈ വിഷയങ്ങളൊക്കെ? പ്രത്യേകിച്ച് അവിടുത്തെ മുതിർന്ന വനിതാ അംഗങ്ങൾക്ക്, വനിതാ നേതാക്കൾക്ക് ഇതായിരിക്കരുത് പാർട്ടിയുടെ സമീപനം എന്നൊരു തീരുമാനവും നിലപാടുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ പലരും പരസ്യമായി തന്നെ രാഹുലിന് ഇനി പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും KPCC അധ്യക്ഷൻ പറയുന്നത് വരട്ടെ, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്നാണ്. ഗോപികൃഷ്ണൻ, ഞാൻ അതിന് മറുപടി പറയാം. എനിക്കൊരല്പം സമയം തരണം. ഞാൻ കുറച്ചു നേരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ രണ്ട് പേര്, പ്രത്യേകിച്ച് CPM-ൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുസ്തഫ പറഞ്ഞു ഇവിടെ ഞാൻ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് സംസാരിച്ചു എന്ന്. സത്യം പറയുന്നതാണോ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് സംസാരിക്കുന്നെങ്കിൽ ഞാൻ കോൺഗ്രസിൻ്റെ വക്താവെന്ന് പറഞ്ഞ് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ വസ്തുതാപരമല്ലാത്ത എന്തെങ്കിലും കാര്യം ശ്രീ മുസ്തഫയ്ക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ CPM-നെ വളരെ നിഷ്കളങ്കമായ ഒരു പാർട്ടി, അവരൊന്നും അറിഞ്ഞിട്ടില്ല. അവർ ഈ ആരോപണം വന്നതിലോ പരാതി വന്നതിലോ ഒന്നും അവർക്ക് യാതൊരു പങ്കുമില്ല. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും ഇവിടെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചൊന്നും അധികം പറയണ്ട. പക്ഷേ ഞാൻ പരാതി ഇനിയിപ്പം ബോധപൂർവമായിട്ട് CPM മുൻകൈ എടുത്ത് കൊണ്ടുവന്നാണെങ്കിൽ പോലും ഞാൻ പറയുന്നു അതൊരു വശം മാത്രമാണ്. അപ്പോഴും ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നെങ്കിൽ ആ വീഴ്ച തന്നെയാണ്. ഞാൻ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ആദ്യം തന്നെ 3 മാസം മുമ്പ് ഒരു ചാനൽ ചർച്ച നടത്തിയപ്പോഴും ഞാൻ എടുത്ത നിലപാട് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീഴ്ച പറ്റിയെന്ന് തന്നെയാണ്. അപ്പോഴും ഇവിടെ കേസൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്നും അന്നാലും കോൺഗ്രസിൻ്റെ ഒരു വക്താവാണ് ഞാനതിനെ ന്യായീകരിക്കുകയോ അതിനെ ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്യായിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഇതിനിടയ്ക്ക് പറയുന്നത് കേട്ടു രാഹുൽ മാങ്കൂട്ടത്തെ ഞാൻ ഡിഫെൻഡ് ചെയ്തതെന്ന്. അപ്പോൾ ഈ പരസ്പര വിരുദ്ധമായിട്ട് തന്നെ സംസാരിക്കുമ്പോഴേ ഈ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. പിന്നെ മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ വളരെ ശരിയായ തീരുമാനങ്ങളാണ് എടുത്തത്. ആ ശരിയായ തീരുമാനം എടുത്തതിൻ്റെ പേരിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം ആക്രമണം നേരിട്ടു. അതേസമയം തന്നെ കോൺഗ്രസ് തിടുക്കത്തിൽ തീരുമാനം എടുത്തു എന്ന് പറയുന്നു. കോൺഗ്രസ് ഇനി അടുത്ത തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് പോകാൻ വൈകുന്നു എന്നും പറയുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ പ്രവർത്തകനെ സംബന്ധിച്ച് ഇതിനെ വ്യത്യസ്തമായിട്ടാണ് കാണേണ്ടത്. നമുക്കറിയാമല്ലോ, ഈ എല്ലാ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ദുരന്ത കഥാപാത്രങ്ങൾ, ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെടുത്താൽ ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ, മാക്ബത്ത്, പിന്നെ ജൂലിയസ് സീസർ, ഏത് കഥാപാത്രം എടുത്താലും ആ കഥാപാത്രങ്ങളുടെ എല്ലാം വീഴ്ചയുടെ പ്രധാന കാരണം ഒരു ട്രാജിക് ഫ്ലോ ആ കഥാപാത്രത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പതനം, ജോൺ മിൽട്ടൺ പറയുന്നത് പോലെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫോൾ. ഈ ഒരു വീഴ്ച വല്ലാത്തൊരു വീഴ്ചയായിപ്പോയി. ആ വീഴ്ചയുടെ ഉത്തരവാദിത്വം ആ വ്യക്തിയുടെ ക്യാരക്ടറിലുണ്ടായ പ്രശ്നമാണ്. അതിന് പാർട്ടി എന്ത് പിഴച്ചു? പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി അവസരങ്ങൾ നൽകി ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നു. കഴിവുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരും. എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ ആ കഴിവുകൾക്ക് അതീതമായിട്ട് ആ പാർട്ടിയിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഫ്ലോ ഉണ്ടെന്ന് കണ്ടാൽ അത് തിരുത്താൻ ശ്രമിക്കും. തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ കഴിവുള്ള, പ്രാപ്തിയുള്ള, തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വാക്ചാതുര്യമുള്ള, രാഷ്ട്രീയം പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അയാൾക്ക് മുന്നിലുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ വിധം പാർട്ടി അയാളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. പക്ഷേ അതൊരു ഗൂഢസംഘമാവുക, അതൊരു കൂട്ടുകെട്ടാവുക, ആ കൂട്ടുകെട്ട് വിഷലിപ്തമാകുന്ന ഘട്ടമെത്തുക, അവിടെ വനിതകൾ അവർക്കെതിരെ പരാതികൾ പെടുമ്പോഴും അത് അടിച്ചമർത്തപ്പെടുക, ഇതൊക്കെ എങ്ങനെ നടക്കുന്നു ആ പാർട്ടിക്കകത്ത്? ഇപ്പോൾ ഞങ്ങൾ മാതൃകാപരമായി നടപടിയെടുക്കുന്നു, ഞങ്ങളിതാ മാതൃകാപരമായ ഈ പെരുമാറ്റം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന നേതാക്കളുള്ള ഈ പാർട്ടിക്കകത്ത് ഒരു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ടിൽ കുറേ കാര്യങ്ങൾ നടന്നു എന്നൊക്കെയല്ലേ ഈ ആരോപണങ്ങൾ ഉയരുന്നത്. അപ്പോൾ അത് ഇന്നിപ്പോൾ വന്ന ആരോപണമല്ല, ഇന്ന് ഈ ദിവസമോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലോ കഴിഞ്ഞ മാസത്തോ സംഭവിച്ച ഒരു സംഭവമല്ല. ഇത് തുടർന്നുകൊണ്ടേയിരുന്ന ഒരു പ്രശ്നമാണ്. അതെല്ലാം പുറത്തേക്ക് വരാൻ ഒരു വ്യക്തിയോ ഒരു പരാതിയോ കാരണമായി എന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് ഇത് CPM ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന ആരോപണം. അത് ഒരു ആരോപണമായി ഉന്നയിക്കാം, അല്ലെങ്കിൽ താങ്കളുടെ ബോധ്യമോ എങ്ങനെയുമേ അത് അവതരിപ്പിക്കാം. പക്ഷേ പരാതിയാണ്.
ആ പെൺകുട്ടി ഇതുപോലെയുള്ള ധാരാളം പെൺകുട്ടികൾ പരാതിയുമായി വരി നിൽക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവിടുന്നു. അല്ലല്ല, ഞാൻ മനസ്സിലായി. പക്ഷേ ഞാൻ പറഞ്ഞത് താങ്കൾ അതിനകത്ത് ഒരു CPM കൈയുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. CPM ഇന്നസെന്റ് ആയിട്ടുള്ള ആയിക്കോട്ടെ, ഇല്ല നമുക്കറിയാമല്ലോ ഇതിനു മുമ്പുമുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ CPM എന്ത് റോൾ എടുക്കുന്നുള്ളതൊക്കെ അറിയാം. പിന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ ഈ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള ക്യാരക്ടറിലെ എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അതിനാരെങ്കിലും കൂട്ടുനിന്നെങ്കിൽ അവരൊന്ന് സമാധാനം പറയണം, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അതൊരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ എൻ്റെ തെളിവുണ്ടോ അങ്ങനെ ഒരു കൂട്ടം നിന്നും എന്തെങ്കിലും ചെയ്തെന്ന് വെറുതെ ആരോപിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാണ്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇത്രയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആരോപണങ്ങൾ വന്നു, ഇത്രയേറെ അതിനകത്ത് വ്യക്തത വന്നിട്ടും ആരെങ്കിലും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണയുമായിട്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും അവർ വിശദീകരണം നൽകേണ്ടത് തന്നെയാണ്. അത് പാർട്ടി അവരോട് ചോദിക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ നേരത്തെ നടന്ന ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് ആരോ പറയുന്നത് കേട്ടിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു വളരെ ദയനീയമായ സങ്കടകരമായ ഒരവസ്ഥയാണ്. ഇത്രയും ആളുകൾ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട സ്വന്തം കുടുംബത്തിൻ്റെ അംഗത്തെ പോലെ കൊണ്ടു നടന്ന, വാസ്തവത്തിൽ ഇന്ന് പാർട്ടിക്ക് അതീതമായിട്ട് ആ ചെറുപ്പക്കാരൻ്റെ കഴിവുകളെ അംഗീകരിച്ചവരാണ് ഈ സ്റ്റേറ്റിലുള്ളവർ. പാർട്ടിയുടെ CPMൻ്റെ ആൾക്കാർ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഴിവുകൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിവുകൾ കണ്ട ഒരാളെ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിക്കൊണ്ട് വന്നു. ചെറിയ ചെറിയ ഫ്ലോസൊക്കെ കണ്ടപ്പോൾ തിരുത്താൻ പറ്റുമെന്ന് കരുതി. പക്ഷേ ചില സ്വഭാവവിശേഷങ്ങൾ ചില ക്യാരക്ടറിൻ്റെ ഭാഗമായിരിക്കാം, തിരുത്താൻ കഴിഞ്ഞില്ലായിരിക്കാം. ഞാനതിനെക്കുറിച്ച് അധികമായി വിധിയൊന്നും കഴിയുന്നില്ല. കോടതിയുടെ മുന്നിലിരിക്കുന്ന കേസാണ്, കോടതി അത് പരിശോധിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.